വയനാട് പടമലയിൽ 47-കാരനെ ആന കൊലപ്പെടുത്തിയ സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയരുന്നു. മൃതദേഹവുമായി നാട്ടുകാരിപ്പോൾ മാനന്തവാടിയിൽ പ്രതിഷേധിക്കുകയാണ്. മുഹമ്മദ് ഷഹീദ് നൽകും പുതിയ വിവരങ്ങൾ. ഷഹീദ്, പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് ഇടയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ജനപ്രതിനിധികളോ മറ്റോ എത്തിയിട്ടുണ്ടോ? കളക്ടർ എത്തണമെന്നാണ് അവരുടെ ആവശ്യം. തീർച്ചയായും ഇവിടെ വലിയ ജനക്കൂട്ടം ഇപ്പോൾ കുറെ സമയങ്ങളായി മാനന്തവാടി ഗാന്ധി പ്രതിമയ്ക്ക് പ്രതിഷേധിക്കുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് ഇവിടെ നിന്നും മാറണം, CPF എത്താൻ വൈകും എന്നുള്ള ആവശ്യം അറിയിച്ചത്. പക്ഷെ അതിനോട് ആ രീതിയിൽ അങ്ങനെ തിരിച്ചു പോകാൻ ഇപ്പോൾ ജനക്കൂട്ടം തയ്യാറാകുന്നില്ല. CPF എത്തണം, ഒപ്പം തന്നെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം. ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ ഒരു തീരുമാനം, വലിയൊരു ജീവൻ ഇവിടെ വയനാട്ടിൽ പൊലിയാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒന്ന് കേൾക്കാം. ജനങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നു, പ്രതിഷേധം അറിയിക്കുന്നു. ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ കൂടി കാരണമാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത്. ശാശ്വതമായ പരിഹാരമുണ്ടാകണം, നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നു, അത് ഉടനടി നൽകണം, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ നേരിട്ട് സ്ഥലത്തെത്തണം തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. മുഹമ്മദ് ഷഹീദുണ്ട്. ഷഹീദ്, എത്രത്തോളം ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്? ആവശ്യങ്ങൾ, ജനപ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടോ അവിടെ? പ്രതിഷേധ ജനക്കൂട്ടത്തിന്റെ ഈ പ്രതികരണം വളരെ സ്വാഭാവികമാണ്. കുറെ കാലങ്ങളായി അവർ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, തീരാ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മുമ്പാണ് ഒരു കടുവയുടെ ആക്രമണത്തിൽ ഒരാൾ മാനന്തവാടിയിൽ വയനാട്ടിൽ കൊല്ലപ്പെട്ടത്. തൊട്ടു പിന്നാലെയാണ് വയനാട് കർണാടകയിൽ നിന്നുള്ള തണ്ണീർ കമ്പനി ഇറങ്ങി വലിയ ഭീതി ജനങ്ങൾക്കുണ്ടാക്കിയത്. അന്ന് തന്നെ ജനക്കൂട്ടം അല്ലെങ്കിൽ വയനാട്ടിലെ നാട്ടുകാർ സാധാരണക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടലുണ്ടാകണം, ജനങ്ങളുടെ ജീവനും സ്വത്തിനും ജനങ്ങളുടെ കാർഷിക സംവിധാനങ്ങൾക്ക് കൊണ്ട് സ്വത്തുവേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് സർക്കാർ അല്ലെങ്കിൽ വയനാട് CCF ഉൾപ്പെടെയുള്ളവർ മീഡിയകളോട് വാർത്താസമ്മേളനം വിളിച്ച് പറഞ്ഞു ഇക്കാര്യത്തിൽ ഒരു ആന കൂടി ഈ രീതിയിൽ സമാനമായ രീതിയിൽ വയനാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്, കർണാടക വനത്തിൽ നിന്നും വയനാട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യം സംവിധാനങ്ങൾ, നമ്മുടെ ഫോറസ്റ്റ് സംവിധാനങ്ങൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, അത് നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന ഒരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയതാണ്. പക്ഷെ ആ ഉറപ്പ് ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല, ഒരാൾക്ക് നിരപരാധിയായ നിസ്സഹായനായ ഒരു മനുഷ്യന് അവിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ച് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതോടുകൂടി ജനക്കൂട്ടം ഇളകിയ ഒരു സാഹചര്യമാണുള്ളത്. തങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നു, അല്ലെങ്കിൽ ഇത്രയും കാലം തങ്ങളുടെ രോഷവും പ്രതിഷേധവും തങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ സർക്കാർ സംവിധാനങ്ങളോട് നിരന്തരം പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, സംവിധാനങ്ങൾ പലപ്പോഴും പരാജയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അതായത് ഇത്തരമൊരു ആന ഇറങ്ങി എന്ന് അറിഞ്ഞിട്ട് കൂടി അതിനെ വേണ്ട രീതിയിൽ ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കർണാടകയിൽ നിന്നുള്ള സിഗ്നൽ സംവിധാനം ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയൊക്കെ ഇപ്പോൾ പറയുന്നു. പക്ഷേ അങ്ങനെയെങ്കിൽ ഇത്രയും കാലം എന്തിന് കാത്തിരുന്നു എന്നുള്ളൊരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ 100 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളെല്ലാമാണ് ഇപ്പോൾ വലിയ പ്രതിഷേധമായി, രോഷമായി, സങ്കടമായി, നിസ്സഹായമായ അവസ്ഥയായി ഒക്കെ ഇപ്പോൾ മാനന്തവാടി ടൗണിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ജനക്കൂട്ടം പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർ, SP ഉൾപ്പെടെയുള്ള പോലീസ് ഭരണകൂട സംവിധാനങ്ങൾ, കൂടുതൽ പോലീസ് ഇവിടെയുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ രോഷത്തെ തളർത്തിക്കാനോ ഇവിടെ നിന്നും ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം വളരെ സങ്കീർണമാണ് സാഹചര്യം എന്നുള്ളതിനാണ്, വളരെ സെൻസിറ്റീവായ ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ ലഘൂകരിക്കുന്ന ഒരു നീക്കവും സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവർക്ക്
അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതിന് അത്രയും അധികം രോഷം ജനങ്ങളിൽ കൊട്ടി ഒഴുകുകയാണ്. അതാണ് ഇപ്പോൾ മാനന്തവാടി ടൗണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനക്കൂട്ടം തിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടക്കുന്നു. പോലീസിനെതിരെ സംവിധാനങ്ങളുടെ വലിയ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. CCF ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തി, അല്ലെങ്കിൽ സർക്കാരിന്റെ അത്തരം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തി ഈ രീതിയിലുള്ള ഒരു ഉറപ്പ് ഈ വിഷയത്തിലുള്ള തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമെന്നുള്ളൊരു ഒരു ആവശ്യമാണ്, നിർബന്ധബുദ്ധിയാണ് പ്രതിഷേധക്കാർക്കുള്ളത്. അതാണ് ഇപ്പോൾ മാനന്തവാടി ടൗണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ഷഹീദ് സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധമാണ് മാനന്തവാടി ടൗണിൽ കാണാൻ കഴിയുന്നത്. നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധവുമായി എത്തുന്നത്. ഗോബാക്ക് വിളികൾ ഉയർത്തുന്നു. കളക്ടർ നേരിട്ട് സംഭവ സ്ഥലത്തേക്ക് എത്തണം, CCF സംഭവ സ്ഥലത്തേക്ക് എത്തണം. പോലീസ് മാത്രമാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ജനരോഷം അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നു. മൃതദേഹവും റോഡിൽ എത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ പിൻവാങ്ങാതെ മുന്നോട്ട് നീങ്ങുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും ആ പ്രതിഷേധമാണ് ആശുപത്രിയിലും കണ്ടത്. ഇപ്പോൾ ടൗണിലേക്ക് കൂടി നൂറുകണക്കിന് ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്. സംവിധാനങ്ങളുടെ പരാജയമാണ്. ശാശ്വതമായ പരിഹാരം ഈ വന്യമൃഗശല്യത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകണം. ഇതുവരെ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലേക്ക്, ആക്രമണത്തിലേക്ക് ഒരു ആന ഒരു കൂട്ടം ആളുകളെ ഓടിക്കുന്നു. അതിൽ ഒരു മധ്യവയസ്കനെ വീട്ടിലേക്ക് കയറി ചവിട്ടി കൊലപ്പെടുത്തുന്ന സാഹചര്യം, അത് അപൂർവമായ സാഹചര്യമാണ്. വയനാടിൻ്റെ കണ്ണീരായി ഈ ദിവസം അതുകൊണ്ട് തന്നെ മാറുന്നു. കറുത്ത ദിനം ആയി മാറുകയാണ്. മൃതദേഹം വഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാനന്തവാടി ടൗണിലേക്ക് നൂറുകണക്കിന് ആളുകൾ എത്തി പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കുന്നത്. നഷ്ടപരിഹാരം ഉണ്ടാകണം, അത് ബന്ധപ്പെട്ട അധികൃതർ നേരിട്ടെത്തി അറിയിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ അവർ ശക്തമാക്കുന്നത്. ജനപ്രതിനിധികളൊക്കെ തന്നെ സർക്കാരിനെ വിമർശിച്ച് പ്രാദേശിക തലത്തിലുള്ള ആളുകളും കൗൺസിലർമാരും MLA ഉൾപ്പെടെയുള്ള ആളുകൾ, ടി സിദ്ദീഖ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് കാണാൻ കഴിയുന്നത്. രാവിലെ 7:30 ഈ പടമലയിൽ ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. കാട്ടാന എത്തുന്നത് എന്നുള്ളത് വളരെ ഒരു ആശ്ചര്യത്തോടെ നോക്കേണ്ട സാഹചര്യമാണ്. പ്രത്യേകിച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ച GPS സംവിധാനം ഉള്ള ഒരു സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ആനയുടെ സിഗ്നൽ സംവിധാനം ലഭിച്ചില്ല എന്ന പഴി സംസ്ഥാന സർക്കാർ പറയുന്നത്. വനം വകുപ്പ് പറയുന്നത് കർണാടക അങ്ങനെ ഒരു സംവിധാനം നൽകിയില്ല എന്ന് പറയുമ്പോൾ ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന മാർഗങ്ങൾ വനം വകുപ്പ് തേടിയില്ല എന്ന് നമുക്ക് എണ്ണി പറയാവുന്ന ഗുരുതരമായ പിഴവുകൾ ഈ വിഷയത്തിൽ സംഭവിച്ചു എന്ന് വ്യക്തമാകുന്നു. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ആരോപണ മുനയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ്.